ഫ്രണ്ട്സ് എല്ലാവർക്കും സുധീഷിൻ്റെ ഇതിൻ്റെയും സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ നികേഷിൻ്റെ അമ്മ മറ്റൊരാളാണ് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും അമ്മയല്ല തൻ്റെ അമ്മയെന്നും ഭാസ്കരൻ രണ്ടാമത് വിവാഹം കഴിച്ച് അങ്ങനെ ഉണ്ടായതാണ് താനെന്ന് അറിഞ്ഞത് വളരെ ഷോക്കായി പോയി. അങ്ങനെ നികേഷ് ആ വീഡിയോ ഇട്ട് ഇറങ്ങുക കേട്ടോ, കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ശേഷം നമ്മൾ പ്രമോദശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരമായിട്ടും കാണാതെ വന്നപ്പോൾ എല്ലാവർക്കും വെപ്രാളമായി. അങ്ങനെ നാട് മൊത്തം അരിച്ച് പിറക്കി തപ്പിയിട്ടും നികേഷിനെ കാണാതെ വരികയും ഒടുവിൽ നിധിക്ക് ചെറിയ ക്ലൂ കിട്ടും, അല്ലെങ്കിൽ നിധിക്ക് മനസ്സിലായി എന്തോ ഈ ദുഃഖവും സങ്കടവും ഒക്കെ വരുമ്പോൾ കടൽ തീരത്ത് പോയിരിക്കും എന്ന് നികേഷ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരികയെ. അങ്ങനെ സുധീഷിനെ വിളിച്ച് പറയുക, ഒരു പക്ഷെങ്കിൽ അവൻ കടൽ തീരത്ത് വല്ലതും ബീച്ച് വല്ലതും കാണുമെന്ന് പോയി അന്വേഷിക്കാനും പറയുക. അങ്ങനെ സുഭാഷും സുധീഷും പോയി അന്വേഷിക്കുമ്പോൾ നിറക്കണ്ണുകളുമായി നികേഷ് ആ ഏകാന്തമാകുന്ന ഒരവസ്ഥയിൽ ആ കടലിലേക്ക് നോക്കി ഇരിക്കുന്ന ഒരു ഭാഗം കാണുന്നു. ഇത് കണ്ട പെട്ടെന്ന് സുഭാഷിനെ വിളിച്ച് കാണിക്കുകയും അങ്ങനെ സുധീഷ് അതിനുശേഷം ഓടിച്ചെന്ന് നികേഷിന്റെ അടുക്കൽ ചെല്ലുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഭാഷിന് ഈ നികേഷിനെ കണ്ടുകിട്ടിയതിന്റെ സന്തോഷവും സങ്കടവും എല്ലാം സഹിക്കാൻ വയ്യാതെ ആ മണൽത്തരിയിലേക്ക് കുത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ സങ്കടത്തോടു കൂടി നെടുവീർപ്പോടു കൂടി ഇരിക്കുന്ന സുഭാഷിനെയാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നികേഷിന്റെ ജീവിതത്തിൽ നടക്കുന്ന ദുഃഖകരമാകുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. ഇതുവരെ സൈലന്റ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ നമുക്കൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാതെ നിന്ന നികേഷിലൂടെ ആയിരിക്കും ഇനി കഥ മുൻപോട്ട് പോകുന്നുണ്ടോ. അങ്ങനെ ഒടുവിൽ സുധീഷ് തന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ അഭിനയിച്ച് എന്താണ് നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് നികേഷിനെ വിളിക്കുകയും പെട്ടെന്ന് നികേഷ് സുധീഷിനെ കണ്ട് ചാടി എണീക്കുകയോ ഏട്ടാ എന്ന് വിളിച്ച് ചാടി എണീക്കുകയും അങ്ങനെ നികേഷ് സങ്കടം സഹിക്കുവാൻ വയ്യാതെ സുധീഷിന്റെ ദേഹത്തേക്ക് ചാരുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗമൊക്കെ ഉണ്ട്. ഒടുവിൽ കുറച്ച് അധികം സമയം നികേഷുമായിട്ട് സുധീഷ് അവിടെ ഇരുന്ന് സംസാരിക്കുക, എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്, നീ എന്ത് കാരണത്താലാണ്, നമ്മളൊക്കെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു വന്നവരാണ്, ജനിച്ച നാൾ മുതൽ നമ്മൾ നാട്ടുകാരുടെ മുൻപിലും അത് വീട്ടുകാരുടെ മുൻപിലൊക്കെ പരിഹാസം ഏറ്റിട്ടുള്ള, അതിൽ കൂടുതലൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ലല്ലോ, നീ എന്തായാലും ഞങ്ങളുടെ അനിയനാടാ, നിന്നെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ, നമ്മുടെ അച്ഛൻ ഒന്നല്ലേടാ, എന്തിനാണ് നീ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്, എന്തിനാണ് നീ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് നികേഷിനെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ നികേഷിനോട് തന്റെ ചേട്ടനെ കുറിച്ചും തന്റെ ചേട്ടന്മാരായ ഹരീഷിനെ കുറിച്ചും സുഭാഷ് ചേട്ടനെ കുറിച്ചും ഒക്കെ സുധീഷ് പറയുമ്പോൾ അവരെത്രത്തോളം വിഷമിച്ചെന്നറിയാം. അവർ ഈ നാട് നീളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു, ഞാനൊക്കെ എത്രത്തോളം അലഞ്ഞെന്നറിയാം, എത്രത്തോളം വിഷമമുണ്ട്, വീട്ടിൽ ചേട്ടത്തെയാക്കി സങ്കടപ്പെട്ടിരിക്കുക, ഏട്ടത്തെയാണ് നിന്നെ ഇവിടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുമ്പോൾ നികേഷിന്റെ മനസ്സിനെ മാറ്റിയെടുക്കുകയും അങ്ങനെ നികേഷ് സങ്കടം സഹിക്കാനും വയ്യാതെ സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടനെ ചൂണ്ടിക്കാണിക്കുകയോ. അന്നേരം സുഭാഷ് സങ്കടത്തെ കരഞ്ഞ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ആ മണൽത്തരിയിൽ അല്ലെങ്കിൽ ആ മണലാര്യത്തിൽ ഇരിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. പെട്ടെന്ന് നികേഷ് ചാടി എണീക്കുകയും ഓടിച്ചെന്ന് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയും അങ്ങനെ സുഭാഷുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയോ കേട്ടോ. എന്നിട്ട് പറയാണ്, എന്തിനാണ് നീ ഇവിടെ വന്ന, നിന്നെ എത്രത്തോളം ഞങ്ങൾ എത്രത്തോളം അന്വേഷിച്ച്, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ഞാനില്ലാടാ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ട് എന്നോട് പറഞ്ഞാൽ പോരായെന്നോടാ എന്നൊക്കെ ചോദിച്ച് സുഭാഷും നികേഷും തമ്മിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ചില രംഗങ്ങളൊക്കെ പ്രേക്ഷകരായി നമ്മളെ കരയിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തുകയും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ സുധീഷ് നിധിയോടും അതുപോലെ ഹരീഷിനോടും വിളിച്ച് പറയുന്നുണ്ട്, അവനെ കണ്ടു കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, 1 മണിക്കൂറിനകം എത്തും എന്ന് പറയുകയും അങ്ങനെ നികേഷ് വരുന്നതും കാത്ത് സുഭാഷും സുധീഷും നികേഷും വരുന്നതും കാത്തു നിൽക്കുന്ന നിധിയും അതുപോലെ ഹരീഷിനെ കാണാം. അങ്ങനെ ഹരീഷ് നികേഷിനെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും കൈക്കത്തും ഒക്കെ ചുമ്മാ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സുഭാഷ് പെട്ടെന്ന് എന്നാണ് കാണിക്കുന്നത്, അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ പറയുകയും അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ വലിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി കേട്ടോ വലിച്ചുകൊണ്ട് അകത്തേക്ക് ഹരീഷ് പോവുകയും എന്നിട്ട് ഹരീഷ് വീണ്ടും അവിടെ വെച്ച് എന്തിനാണ് നീ കാണിക്കുന്നത്, ഞങ്ങൾ എത്രത്തോളം അലഞ്ഞെന്നറിയാമോ, നീ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും നിന്റെ കൂട്ടുകാരന്മാരുടെ മുന്നിൽ നിന്റെ കോളേജിൽ 3 വട്ടം ഞാൻ പോയി അന്വേഷിച്ച് നിന്നെ കണ്ടെത്തിയില്ല, നീ നിന്റെ ചേട്ടന്മാരെ കുറിച്ച് ഓർത്തോടാ, സുഭാഷ് ചേട്ടനെ കുറിച്ച് ഓർത്തോടാ, നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, നമുക്കൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളതല്ലേ, അതിനിടയിൽ ഈ സങ്കടം ഒരു സങ്കടമാണോ എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുകയും അങ്ങനെ ഇനി ഒരിക്കലും നീ ഞങ്ങളെ വിട്ടു പോകല്ലേ, നിന്റെ ചേട്ടന്മാരല്ലേ ഞങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഒരു വലിയ വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുന്ന ഒരു അനുഭവമൊക്കെ നമുക്ക് കാണട്ടോ. അതിനുശേഷം നികേഷിനെ നമ്മുടെ
നിധി ഒത്തിരി ആശ്വസിപ്പിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ട് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് വരും ദിവസത്തെ എപ്പിസോഡിൽ. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രൊമോ വിശേഷം നമ്മൾ ഷോർട്ടായിട്ടാണ് എഴുതുക. വരും ദിവസം മുതൽ ഫുൾ വിശേഷങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബായും ലൈക്കായും കമൻറ്റായും ചെയ്യുമെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ പ്രൊമോ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.